ഹലോ എവ്രി വൺ, വെൽക്കം ടു ഡെലീഷ്യസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് നല്ലൊരു ബീറ്റ്റൂട്ട് മെഴുക്കുവരട്ടി തയ്യാറാക്കിയാലോ. നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു മെഴുക്കുവരട്ടിയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. 3 ബീറ്റ്റൂട്ടാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഒരെണ്ണം വലുതും 2 ചെറിയ ബീറ്റ്റൂട്ടുമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ മീഡിയം വലിപ്പത്തിലുള്ള ബീറ്റ്റൂട്ട് ആണെങ്കിൽ 2 എണ്ണം എടുത്താൽ മതിയാകും. ഇനി ഇത് വളരെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ആദ്യം ഈ ബീറ്റ്റൂട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഞാനിവിടെ ഒരു കടായിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരുന്ന ബീറ്റ്റൂട്ട് മാറ്റുകയാണ്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാളയുടെ പകുതിയാണ് ഇപ്പോൾ ചേർക്കുന്നത്. 4 പച്ചമുളകും 2 നുള്ള് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇത് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇത് ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ബീറ്റ്റൂട്ട് ഇപ്പോൾ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. 1/2 കപ്പ് വെള്ളം മാത്രം മതിയാകും ഇത് പാകത്തിന് വെന്ത് കിട്ടാനായിട്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഈ മെഴുക്കുപുരട്ടി തയ്യാറാക്കാനായിട്ട് വേറൊരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ 1/2 ടീസ്പൂൺ കടുകാണ് ചേർത്തത്. കടുക് ഇപ്പോൾ നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള പകുതി സവാളയും കൂടി ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ മെഴുക്കുപുരട്ടി തയ്യാറാക്കാനായിട്ട് ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാളയാണ് എടുത്തത്. ബീറ്റ്റൂട്ട് വേവിച്ച സമയത്ത് പകുതി സവാള ചേർത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ബാക്കി പകുതിയാണ് വഴറ്റിയെടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ബീറ്റ്റൂട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അടുത്തതായിട്ട് ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ്. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ കുരുമുളക് പൊടി ചേർക്കുമ്പോൾ ഈ മെഴുക്ക് പുരട്ടിക്ക് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി തീ കൂട്ടി വെച്ചിട്ട് 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ബീറ്റ്റൂട്ട് മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് ചോറിനൊപ്പം കഴിക്കാനായിട്ട് പറ്റിയ ഒരു മെഴുക്ക് പുരട്ടിയാണിത്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പി ഇഷ്ടമായാൽ ഡെലീഷ്യസ് റെസിപ്പീസ് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്